ഹായ്, വെൽക്കം ടു ബിന്ദുസ് ഹോം. ഞാനിന്ന് ഒരു നെയ്യപ്പം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിലേക്കായി 2 ഗ്ലാസ് പച്ചരി ഞാൻ 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ശർക്കര പാനി തയ്യാറാക്കാം. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര എടുക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. ആദ്യം പച്ചരി ഇട്ടതിന് ശേഷം ശർക്കര പാനി ഇതിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 3 ഏലക്കായ, 2 സ്പൂൺ മൈദപ്പൊടി എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മധുരം ബാലൻസ് ചെയ്യുന്നതിനായി കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിലാവണം മാവ്. അധികം ലൂസാവാനും പാടില്ല, നന്നായി തിക്കാവാനും പാടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അതിനായി ഞാൻ കുറച്ച് ചെറുതായി അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് നമുക്ക് നെയ്യിലിട്ട് വറുത്ത് കോരാം. ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് എള്ളും കൂടി ചേർത്ത് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാൻ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം. അതിനായി ഞാനൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കാം. എന്നിട്ട് ഒരു കയ്യിൽ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യപ്പം ഒന്ന് ബ്രൗൺ നിറമായി ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്കിത് വറുത്ത് കോരാം. ഇപ്പം നല്ല ടേസ്റ്റിയായ നെയ്യപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്.